ഒരു വലിയ ആരാധികയാണ്. അന്ന ഹസാരെയും ഉണ്ണിയാർച്ചയും ഝാൻസി റാണിയെയും ഒരുപോലെ ആരാധിക്കുന്നവൾ, അമ്മയെ ദൈവതുല്യായി കാണുന്നവൾ. ഇതാണ് അമൃത മോഹൻ. താങ്ക് യു വെരി മച്ച് അമൃത. ഇതൊക്കെ കുറെ പ്ലാൻ ചെയ്തിട്ട് വന്ന സെറ്റപ്പ് ആണല്ലോ. ഞാൻ പേടിച്ചു. എന്നിട്ട് എനിക്കിത് അറിയില്ല, അതെന്താണ് സംഭവം. ഞാൻ ആദ്യം ഇവിടെ നടന്നത് കണ്ടില്ല. ഇല്ല. Okay, so let's get started. Yes. Ready? Yes. I'll start with you, Dr. Vipin. Friends രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. അമൃതയുടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കേട്ടു. Now what? ഓക്കെ അമൃത, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമൃത സ്വയം പറഞ്ഞാൽ ഇനി നമുക്ക് സ്വയം പറയാം. എന്താണ് അമൃതയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി? എനിക്ക് എല്ലാവരെയും തുല്യരായി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് തീർച്ചയായും വേറിട്ട വ്യക്തിത്വങ്ങളെ ഞാൻ പറഞ്ഞതുപോലെ ആരാധിക്കുന്ന മനോഭാവം ഉള്ളവളാണ്. എങ്കിൽ പോലും ഒരു സൊസൈറ്റിയിൽ എല്ലാ വ്യക്തികളെയും ഇപ്പോൾ ഹൈ സ്റ്റേറ്റസ് ലോ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യുന്ന ഈ വേൾഡിൽ തുല്യമായി കാണാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള അമൃത ഈ അമൃത ടിവിയുടെ വനിതാരത്നം പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഏത് മേഖലയാണ് ഒന്ന് മെച്ചപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് സ്വയം ആലോചിക്കുക? എന്റെ അഭിനയ മേഖലയാണ് മെച്ചപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ഗ്രൂമിങ്ങിന് വന്നപ്പോൾ തന്നെ സാറ് ഒരു ഗ്രൂമിംഗ് സെഷനിൽ പറഞ്ഞിരുന്നു. ഞാൻ തീർച്ചയായിട്ടും അത് നമ്മുടെ ടാലന്റ് ലെവലിലാണ് തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യും. നമ്മുടെ ആ സ്വഭാവമുണ്ടല്ലോ, അതിനകത്ത് ഏത് ഭാവമാണ് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത, സ്വയം ഇഷ്ടമില്ലാത്തതും നാട്ടുകാരും വീട്ടുകാരും ദൈവ ഫ്രണ്ട്സും ഒക്കെ ഇപ്പം ഞങ്ങളിപ്പോൾ ചോദിക്കാൻ പോവുകയാണ്. എങ്കിലും ഏത് സ്വഭാവമാണ് ചിലപ്പോൾ ആളുകൾക്ക് പിടിക്കാതെ പോകുന്നത്? ചില സിറ്റുവേഷനിൽ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കാറുണ്ട്. ചില സിറ്റുവേഷനിൽ എല്ലാ സിറ്റുവേഷനിലും ഞാൻ പ്രതികരിക്കാറുണ്ട്. കളരി പ്രയോഗിക്കുകയാണോ? അല്ല, അങ്ങനെയല്ല. പക്ഷെ ഈ മനസ്സിൽ തന്നെ എവിടെയൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നീ കളരിയാണ്, കരാട്ടയാണ്, സോ നീ മാറി നിൽക്കരുത്, ദേഷ്യം വന്ന അപ്പൊ പ്രതികരിച്ചോണം എന്ന് എവിടെയൊക്കെയോ എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ പെട്ടെന്ന് ദേഷ്യം വരുമ്പോ ഭീകരമല്ല, എന്നാലും പ്രതികരിക്കാനുള്ള ടെൻഡൻസി എനിക്ക് ഭയങ്കരമായിട്ട് തോന്നാറുണ്ട്. അത് കുറച്ച് മെച്ചപ്പെടുത്തണം തോന്നാറുണ്ട്. മെച്ചപ്പെടുത്തി ബാലൻസ്ഡ് ആവണം എന്ന് തോന്നാറുണ്ട്. ക്വിക്ലി സെയിം ക്വസ്റ്റ്യൻ നമുക്ക് അഭിജിത്തിന്റെ അടുത്ത് ചോദിക്കാം. നല്ല ക്വാളിറ്റി, ചീത്ത ക്വാളിറ്റി അമൃതയുടെ നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് കളരി ചെയ്യണത്, കരാട്ടെ, കളരി, ബൈക്ക് റൈഡിംഗ് ഒക്കെ ചെയ്യുന്നത് ഒരു പെണ്ണെന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതിലൊക്കെ ചെയ്യുന്നു എന്നതാണ് ഇഷ്ടം. ആ സ്കിൽ സെറ്റ് അല്ല, അതിനു വേണ്ടിയുള്ള എഫേർട്ട്. ഈ നല്ല വണ്ണം വെച്ചിട്ട് കളരി ചെയ്യുന്നത് അത് എനിക്കത് ഞാൻ ഇവിടെ പല ഷോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്ലിം ആയിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവളത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇത്രയും വണ്ണം വെച്ച് ചെയ്യാമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര. നെഗറ്റീവ് ക്വാളിറ്റി എൻ്റെ അടുത്ത് എപ്പോഴും പിണങ്ങ്, ഒരു ചെറിയ ഒരു കാര്യം കിട്ടിയാൽ മതി പെട്ടെന്ന് അത്. എൻ്റെ അടുത്ത് പിണങ്ങുന്ന വെച്ചാൽ നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടും ആകാം. അല്ല, ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് ഫുള്ള് കേൾക്കും മുമ്പേ പ്രതികരിക്കും. പ്രത്യേകിച്ച് ഈ ഭക്ഷണം വാങ്ങിച്ചു തരാത്ത അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? ഞാൻ ഭക്ഷണത്തിന്റെ ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം, ഇപ്പൊ ചിക്കൻ ബിരിയാണി, അബി എനിക്കൊരു ചിക്കൻ ബിരിയാണി വേണോടാ, ഞാൻ പറയാം ഇല്ലടാ, ഇപ്പൊ ഞാൻ വേറെ സ്ഥലത്തേക്ക്. ശരി, അച്ഛന്റെ നമ്പർ എന്റെ ഉണ്ട്, ശരിയടാ. ഭീഷണി. പിന്നെ അപ്പൊ സ്പോട്ടിൽ കൊണ്ട് എത്തിക്കും. റൊമോണയ്ക്ക് അമൃതയിൽ ഇഷ്ടമുള്ള ഒരു കാര്യം, ഇഷ്ടമില്ലാത്തൊരു കാര്യം, പെർഫോമൻസ് അല്ലെങ്കിൽ ഇന്ററാക്ഷൻസ് കഴിഞ്ഞു. ഡോക്ടർ വിപിൻ, എന്താണ് അഭിപ്രായം നമ്മളുടെ അമൃതക്കുട്ടിയെ കുറിച്ച്? അമൃത വളരെ വിശാലമായ മനസ്സുള്ള ഒരാളാണെന്നുള്ളത് വ്യക്തമാണ്. എങ്കിലും അമൃതയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ഉടനെ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയുള്ള ആളാണ്. ആണല്ലേ? യെസ്, ഫ്രണ്ട്സിനും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. ഓക്കെ, ആ ക്ഷമ കുറവ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് വളരെ ക്വിക്കായിട്ട് കാര്യങ്ങൾ ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് വളരെ ബഹളമയത്തിൽ എന്നാൽ നല്ല മൊത്തത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അതിനകത്ത്. ഫ്രണ്ട്സ് ഏതെങ്കിലും രീതിയിലോ അല്ലെങ്കിൽ വീട്ടുകാരോ ഒക്കെ അമൃതയോടുള്ളൊരു ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ അവർക്ക് എന്നോടുള്ള അറ്റാച്ച്മെന്റ് നഷ്ടപ്പെട്ടു പോയാൽ സഹിക്കൂല, കൊന്നുകളയും എന്ന് പറയുന്ന പോലെ അതൊരു ഒരിക്കലും ഒരു സൗഹൃദം ആർക്കെങ്കിലും ഊരിപ്പോണെന്ന് വെച്ചാൽ പോലും രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് ചുറ്റപ്പെട്ട് നിൽക്കുന്നൊരു തലമുണ്ട്. ഇത്തിരി സെൻസിറ്റീവാണ്. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സങ്കടമൊക്കെ വരും. എങ്കിലും ഒരു കളിച്ചിരി തമാശകളൊക്കെ ആയിട്ട് അതങ്ങ് മൂടി വെക്കും. ചിലപ്പോൾ ഫ്രണ്ട്സിനോട് തുറന്ന് പറയുകയും ചെയ്യും. പക്ഷെ ആ ഒരു സെൻസിറ്റിവിറ്റി അതിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം നമുക്ക് പദ്ധതികളും സാധ്യതകളും ഇടയ്ക്കിട്ടിട്ട് പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു എനർജി കീപ്പ് ചെയ്യുന്നതും ഈ തുറന്ന മനസ്സിലുണ്ടാവട്ടെ. വിജയാശംസകൾ.